Hello dear students. Next we are going to discuss some of the topics from first module. First is data mining. That is the introduction to data mining. Okay, but data mining means നമുക്ക് ഒരു large database കാണും and it includes a large amount of information. Then we are extracting or mining some knowledge by analyzing the data stored in the database. ആ ലാർജ് ഡേറ്റാബേസിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റാനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ന്യൂ ഇൻഫോർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ ന്യൂ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ്ലി അൺനോൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ ആക്യുറേറ്റുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. So it's a process of examining large databases in order to generate some new informations, and it's a collection of techniques for the efficient discovery of previously unknown data. അതായത് നമ്മളുടെ ഹിഡൻ പാറ്റേൺസ് ആയിരിക്കും നമ്മൾ ഇതിനകത്തൂടെ ഫൈൻഡ് ചെയ്യുന്നത്. ദെൻ ഈ ഡേറ്റ മൈനിങ്ങിനെ നമുക്ക് KDD പ്രോസസ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ എക്സാമിന് ചിലപ്പം KDD പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ഡേറ്റ മൈനിങ് പ്രോസസ്സ്? ഫസ്റ്റ് നമ്മൾ ഡേറ്റേനെ ക്ലീൻ ചെയ്യണം, അതായത് ഡേറ്റയിൽ ഉള്ള എറേഴ്സിനെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. ദെൻ ഡേറ്റ ഇൻറ്റഗ്രേഷൻ മീൻസ് മൾട്ടിപ്പിൾ സോഴ്സസ് എന്നുള്ള ഡേറ്റാസിനെ എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകണം. ദെൻ ഡേറ്റ സെലക്ഷൻ, നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഡേറ്റേനെ സെലക്ട് ചെയ്യണം. ദെൻ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, ആ ഡേറ്റേനെ നമ്മളൊരു പർട്ടിക്കുലർ ഫോമാറ്റിലോട്ട്, കോമൺ ഫോമാറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം. ദെൻ ഡേറ്റ മൈനിങ് പ്രോസസ്സ് ചെയ്യും, ദാറ്റ് മീൻസ് ആ ഡേറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യും. ദെൻ പാറ്റേൺ ഇവാലുവേഷൻ മീൻസ് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ന്യൂ ഇൻഫോർമേഷൻ നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെയാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ദ നീഡഡ് വൺ, ദെൻ ഫൈനലി പ്രസൻറ്റ് ദ ഇൻഫോർമേഷൻ. ഓക്കെ, ദെൻ ഡേറ്റ മൈനിങ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഡേറ്റ മൈനിങ് ആപ്ലിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ഡേറ്റ മൈനിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത് വഴി എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, അതായത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാബേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലോൺ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ലോൺ ഡേറ്റാബേസിൽ ലോൺ എടുത്തിട്ടുള്ള ഓരോ അക്കൗണ്ട് അല്ലെങ്കിൽ ഓരോ പേഴ്സൺസിന്, എക്സാമ്പിൾ എംപ്ലോയീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സൺസിൻ്റെ ഇൻഫോർമേഷൻസ് ലോൺ ഡേറ്റാബേസിൽ കാണും. അപ്പോൾ ആ ലോൺ ഡേറ്റാബേസിലുള്ള ഇൻഫോർമേഷൻസ് വെച്ച് ന്യൂ ലോൺ ആപ്ലിക്കൻ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ലോൺ സാങ്ഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് മീൻസ് അയാൾക്ക് ലോൺ നമ്മൾ അപ്ലൈ ചെയ്യണോ, യെസ് ആണോ അല്ലെങ്കിൽ നോ ക്ലാസിഫിക്കേഷൻ ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ. വി ക്യാൻ ക്ലാസിഫൈ എ ന്യൂ ഡേറ്റ റെക്കോർഡ് ഇൻ വൺ ഓഫ് ദ മെനി പോസിബിൾ ക്ലാസ്സസ്. അതായത് നമുക്ക് ലോൺ ഡേറ്റാബേസിൽ കുറേ ഇൻഫോർമേഷൻസ് കാണും. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അതിനകത്തുള്ളവരെ നമ്മൾ രണ്ട് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യും, എസ് എന്ന് നോ എന്ന്. അപ്പോൾ ന്യൂ ആപ്ലിക്കൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഉള്ള ഇൻഫോർമേഷൻസും ന്യൂ ആപ്ലിക്കൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എസ് ആണോ നോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് എസ്റ്റിമേഷൻ. അതായത് എസ്റ്റിമേഷൻ മീൻസ് നമുക്ക് ഒരാളുടെ കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു ഡേറ്റേനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രഡിക്ഷൻ മീൻസ് ഫ്യൂച്ചറിലുള്ള ഒരു ബിഹേവിയർ, ഫ്യൂച്ചറിൽ വരേണ്ടുന്ന ഒരു റിസൾട്ടായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഫോർ എക്സാമ്പിൾ സെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറേ മന്ത്സിൻ്റെ ഒരു സെയിൽസ് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിൽ എങ്ങനെയായിരിക്കും സെയിൽസ് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. സോ എസ്റ്റിമേഷനിലും പ്രഡിക്ഷൻ തന്നെ, എസ്റ്റിമേഷനിലും കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കും, പ്രഡിക്ഷനിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് മീൻസ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ കാണും. ആ ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് തമ്മിൽ റിലേഷൻ ആണോ നോക്കും. റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേഷനായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു റൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസിൻ്റെ നെയിം ഇതിന് വരാൻ കാണാം. കസ്റ്റമേഴ്സിൻ്റെ അതായത് ഷോപ്സിലെ കസ്റ്റമേഴ്സിൻ്റെ ബാസ്ക്കറ്റ് അനലൈസ് ചെയ്ത് ഫ്രീക്വൻ്റായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സും ഫ്രീക്വൻ്റായിട്ട് ബൈ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ റൂളായിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ക്ലസ്റ്ററിങ് മീൻസ് നമ്മുടെ ഇൻഫോർമേഷൻസിനെ നമ്മൾ ഡിഫറെൻറ്റ് സിമിലാരിറ്റീസിനെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ ക്ലസ്റ്റർ ഇൻഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് പല ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് അത് മൈനിങ് ആണ്, വെബ് മൈനിങ്, ദെൻ ടെക്സ്റ്റ് മൈനിങ്, എല്ലാം അത് മൈനിങ് ആപ്ലിക്കേഷൻസാണ്.
നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഡേറ്റ മൈനിങ്. ഫസ്റ്റ് ഈസ് ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എന്ത് ബിസിനസ് അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഡേറ്റാനെ മൈൻ ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡേറ്റ അണ്ടർസ്റ്റാൻഡിങ്. അതിന് വേണ്ടി എന്തൊക്കെ ഡേറ്റാസാണ് നമുക്ക് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഡേറ്റാനെ പ്രിപ്പയർ ചെയ്യണം. ഡേറ്റ പ്രിപ്പറേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഡേറ്റ ക്ലീനിങ് ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫോർമേഷനും സെലക്ഷനും ഒക്കെ വരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ആർ മോഡലിംഗ് മീൻസ് ഡേറ്റയെ നമ്മൾ മൈൻഡ് ചെയ്യണം, ദെൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ഫൈനലി ഇതിനെ പ്രസൻറ്റ് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം. സോ ഫസ്റ്റ് ഈസ് ഡേറ്റ ക്ലീനിങ്. നോയിസും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യണം. ദെൻ ഡേറ്റ ഇൻറ്റഗ്രേഷൻ മീൻസ് നമ്മൾ പലതരത്തിലുള്ള സോഴ്സസ് കാണും, ആ സോഴ്സിൽ നിന്നുള്ള ഡേറ്റാസിനെ എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ദെൻ ഡേറ്റ സെലക്ഷൻസ് മീൻസ് ക്ലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം സെലക്ട് ചെയ്യണം. ദെൻ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ മീൻസ് അതിനെ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആക്ച്വലി ദ ഡേറ്റ മൈനിങ് പ്രോസസ്സ് പെർഫോം ചെയ്യണം. ദെൻ ഇവാലുവേറ്റിംഗ് ദ ഡേറ്റ. ഫൈനലി ഇഫ് ദ ഡേറ്റ ഇസ് എ നീഡഡ് വൺ, present that data to the users. Next is data mining models. Data mining നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. ഡിസിഷൻ ട്രീ ഡെവലപ്പ് ചെയ്യുക, ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നെയ്വ് bayesian ക്ലാസിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡേറ്റ മൈനിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പോസിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് മോഡ്യൂൾസിലും ഫോർത്ത് മോഡ്യൂളിലും പഠിക്കുന്ന ഡിസിഷൻ ട്രീ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നെയ്വ് bayesian പറ്റി ബ്രീഫായിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഈസ്